ഇന്ന് രാവിലെ തന്നെ നല്ല മഴ, അതുകൊണ്ട് തന്നെ എണീക്കാൻ നല്ല മടിയുമുണ്ടായിരുന്നു. എന്തായാലും എണീറ്റ്. രാവിലെ ഓട്ടടയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കണം. അതൊരു ശീലമാണ്. മഴ പെയ്തതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അടുപ്പിനരികെ നിന്നപ്പോൾ പണ്ട് തണുപ്പ് കാലത്ത് ചമ്മൽ കൂട്ടിയിട്ട് കത്തിച്ച് അതിനടുത്ത് രാവിലെ വന്ന് നിൽക്കുന്നതാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ഒരാൾ എണീറ്റ് വരുന്നത്. മഴ ആയതുകൊണ്ടാണോ അറിയില്ല, എണീറ്റ് ഉടനെ അവൾക്ക് പുറത്തിറങ്ങണം. അങ്ങനെ ഫുഡ് കഴിച്ച് തൊപ്പിയും ചെരുപ്പും ഒക്കെ ഇട്ട് അവൾ മഴയത്ത് കളിക്കാനിറങ്ങി. പിന്നെ 1 മണിക്കൂർ നീണ്ട മഴ അനുഭവമായിരുന്നു അവൾക്ക്. മുറ്റത്തും റോഡിലുമൊക്കെ മഴവെള്ളത്തിൽ കളിച്ചു മടുത്തപ്പോൾ അവളെയും കൊണ്ട് പാടത്തേക്ക് പോയി. ഇവിടെ അടുത്ത് തന്നെ പാടമുണ്ട്. മഴ പെയ്താൽ പിന്നെ പ്രകൃതിക്ക് എന്തെന്നില്ലാത്ത ഭംഗിയാണ്. അങ്ങനെ പാടത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം അവൾ നടന്നു. അതിനിടയ്ക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾക്കിപ്പോൾ ഒരു പ്രശ്നമേ അല്ല. പ്രകൃതിയുടെ ഭംഗി എസിലി നല്ലപോലെ ആസ്വദിക്കുന്നുണ്ട്. മഴ കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു അവൾക്ക്. അവൾ അത്ര ഉത്സാഹത്തോടെ ഓടി നടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് അറിയാതെ പോയി. ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ ഒരു മഴ പെയ്യാനുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ മഴ നനയാൻ മടിയാണെങ്കിലും വരുമ്പോൾ പുതിയ ബാഗും യൂണിഫോമും കുടയും ഇതൊക്കെ നനഞ്ഞ് ഒരു വരവുണ്ട്. റോഡിൻ്റെ രണ്ടറ്റത്തു കൂടി മഴവെള്ളം കുത്തിയൊലിച്ച് പോകുമ്പോൾ ചെരുപ്പ് അതിൽ ഒഴുക്കി കളിക്കുന്നതാണ് പ്രധാന ഹോബി. എത്ര പെട്ടെന്നാണ് ഓരോ കാലവും കഴിഞ്ഞു പോകുന്നത്. കൂടെ ഉണ്ടായിട്ടും എങ്ങനെ ഇത്ര നനഞ്ഞു എന്ന് വീട്ടിൽ ഉമ്മ എന്നും ചോദിക്കാറുണ്ട്. കൂടെ കാറ്റിൽ പറത്തിയും വട്ടം കറക്കിയും ഒക്കെ വരുമ്പോഴേക്ക് ആകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും ഒരു വിഷയമേ അല്ല. ഇതിൽ ഇപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് നോക്കി നിൽക്കുകയാണ്. പിന്നെ സൈക്കിൾ കയറാനായി വാശി. അങ്ങനെ അതിൽ കയറി. സൈക്കിൾ അവൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ തള്ളി മറിച്ച് ഒറ്റ ഓട്ടം. മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികളും മഴ ആസ്വദിക്കാൻ റെഡിയാണ്. കോഴിയും താറാവും ഒക്കെ അവരുടേതായ ആനന്ദത്തിലാണിപ്പോൾ.